ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സന്തോഷത്തിലല്ലെങ്കിൽ നല്ല സന്തോഷത്തിലിരിക്കുക, നല്ല പോസിറ്റീവ് എനർജിയോടുകൂടെ ഇരിക്കുക. വെറുതെ ടെൻഷൻ അടിക്കരുത്. ഈ ടെൻഷൻ അടിച്ച് നമ്മുടെ പഠനത്തെ അത് ബാധിക്കരുത്. അപ്പോൾ ഈ ടെൻഷനൊക്കെ ഒഴിവാക്കി നല്ല സമാധാനത്തിൽ നല്ല പോസിറ്റീവ് എനർജിയോടുകൂടെ ഇരുന്ന് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് വലിയ ലക്ഷ്യത്തോടു കൂടെ ഇറങ്ങിയതല്ലേ, വലിയ പല ലക്ഷ്യങ്ങളും ഇപ്പം മുമ്പിലുണ്ട്. ഒരു ഗവൺമെന്റ് ജോലി, ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് എത്രയും പെട്ടെന്ന് കയറുക, അങ്ങനെ പല ലക്ഷ്യങ്ങളും ഉണ്ട്. കുടുംബത്തിനെ ഒന്ന് താങ്ങി നിർത്തുക, പല പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനായി എൻ്റെ ഗവൺമെന്റ് ജോലി അത് മാറണം എന്ന പല ലക്ഷ്യങ്ങളും പല സ്വപ്നങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പൊരുതിക്കൊണ്ടിരിക്കുകയല്ലേ, അതിന് വേണ്ടിയുള്ള വർക്കിങ്ങിലല്ലേ, നിങ്ങൾ ഹാർഡ് വർക്കിങ്ങിലല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ടെൻഷനൊക്കെ അടിച്ച് പലതും നമുക്ക് എന്തായാലും ചിന്തിക്കാണ്ടാവും. പ്രശ്നങ്ങളില്ല എന്നല്ല പറയുന്നത്, പ്രശ്നങ്ങൾ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. ഈ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഒന്ന് മൈൻഡിൽ നിന്നൊന്ന് മാറ്റി നല്ല ക്ലീൻ മൈൻഡോടുകൂടെ നല്ല രീതിയിൽ മെഡിറ്റേഷനൊക്കെ ചെയ്ത് മൈൻഡിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ, ഈ വേസ്റ്റൊക്കെ ഒന്ന് മൈൻഡിൽ നിന്ന് കളഞ്ഞ് നല്ല സമാധാനത്തോടുകൂടെ എപ്പോഴും പഠിക്കുക. അപ്പോൾ അധികമൊന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ പഞ്ചവത്സര പദ്ധതികളുടെ വർഷങ്ങളുടെ ക്ലാസ് ചെയ്തപ്പോൾ പലരും ഇട്ട കമന്റ് ഇരുന്നു, സാറേ ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവണേ, അതായത് ഇനി ഇതിന്റെ ബാക്കി ക്ലാസ്സും തീർച്ചയായിട്ടും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർഷങ്ങളുടെ ക്ലാസ് എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആയി എന്നത് എനിക്ക് മനസ്സിലായി. കാരണം പലരുടെയും കമന്റ് കണ്ടു, എല്ലാവരും അവിടെ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി. ഞാൻ ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചു പോകുന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കാണാത്തവരാണെങ്കിൽ, അതായത് പഞ്ചവത്സര പദ്ധതികളുടെ വർഷങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് പഠിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിന്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താലും അതിന്റെ ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം വർഷങ്ങളുടെ ക്ലാസ് ഒന്ന് കണ്ട് വർഷങ്ങളൊന്ന് സെറ്റ് ആക്കി എടുക്കുക, അതിനുശേഷം ഇതും കാണുക. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ് അല്ലേ. നമുക്ക് ലക്ഷ്യങ്ങൾ പഠിക്കാണ്ട് എപ്പോഴും ചോദ്യം വരുന്നതാണ്, ഓരോ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് ഇത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്, അങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. പിന്നെ മോഡലുകൾ ചോദിക്കാറുണ്ട്. ഏകദേശമൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റ് ആക്കി എടുക്കാം. പിന്നെ പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, ഇത് ഏത് പഞ്ചവത്സര പദ്ധതി സമയത്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും. അപ്പൊ അധികമൊന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ അധികമൊന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബാച്ചിൽ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നമ്മുടെ 10th പ്രിലിംസിനെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് ഏത് സമയത്താണ്, ഏത് കാലത്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ആ സമയത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ബാച്ച് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കറന്റിലുള്ള ബാച്ച് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ബാച്ച് 10th പ്രിലിംസിന്റെ ബാച്ചാണ്. 10th പ്രിലിംസിന് 2 ബാച്ചാണ് നമുക്കുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോർമൽ ബാച്ചും പ്രീമിയം ബാച്ചും 10th പ്രിലിംസിന് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, അധികം റഷ് ഒന്നും ഫീൽ ചെയ്യാതെ, അധികം അവിടുന്ന് ഇവിടുന്ന് വാരി വലിച്ച് പഠിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ മാത്രം പഠിച്ച് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടെ പോയിട്ട് എക്സാം എഴുതി അത് ക്രാക്ക് ചെയ്ത് മെയിൻസും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രീമിയത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസും കൂടുതൽ സിമ്പിളായി കിട്ടും. അതായത് പ്രിലിംസ് പോലെ തന്നെ നിങ്ങൾക്ക് മെയിൻസും നല്ല സിമ്പിൾ ആവും. കമ്പനി ബോർഡ് എൽജിഎസിന്റെ മെയിൻസ് ആണ് ഇനി വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ല സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി ബെവ്കോ LDCക്ക് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കണം. അതായത് ഇംഗ്ലീഷ് മലയാളമൊക്കെ നോക്കാണ്ടാവും. കമ്പനി ബോർഡ് എൽജിഎസിനും എക്സ്ട്രാ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. അതിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യത്തെ നമ്മുടെ പടി എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസ് ആണ്. അപ്പോൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രിലിംസിനായിട്ട് ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ റിക്വസ്റ്റ് ആണ്, വൈകരുത്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വൈകി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുക, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിഞ്ഞ് ജോയിൻ ചെയ്യുക, വൈകരുത് കേട്ടോ. അപ്പൊ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും. വർഷങ്ങൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആദ്യം ഞാൻ പറഞ്ഞു, പഞ്ചവത്സര പദ്ധതികളിൽ പലർക്കും ഡൗട്ട് വരുന്ന കാര്യം, വർഷങ്ങൾ നമുക്ക് കിട്ടും, കാരണം 51 തുടങ്ങുന്നത് നമുക്കറിയാം. പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുമ്പോൾ 5 വർഷമാണ് അതിന്റെ ഗ്യാപ്പ് എന്ന് പറയും അല്ലേ. 51 മുതൽ 56 വരെ 5 വർഷം. പിന്നെ അടുത്തതാണെങ്കിൽ 56 മുതൽ 61 വരെ, അതും 5 വർഷം. പിന്നെ 61 മുതൽ 66 വരെ, അതും 5 വർഷം. പിന്നെയാണ് അവിടെ ഗ്യാപ്പ് വരുന്നത് അല്ലേ. 66 മുതൽ 69 വരെയാണ് പ്ലാൻ ഹോളിഡേ വരുന്നത് അല്ലേ. പ്ലാൻ ഹോളിഡേ 66 മുതൽ 69 വരെ. അത് ഗ്യാപ്പുകൾ പഠിക്കാനും ഞാൻ ഒരു തന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് 3, 5, 7 അല്ലെ. 3, 5, 7 ഈ ഒറ്റകളെ പറ്റി ചിന്തിച്ചാൽ മതി. അതായത് 3ാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ് ഒരു ഗ്യാപ്പ് വരുന്നത്. പിന്നെ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ് ഒരു ഗ്യാപ്പ് വരുന്നത്. പിന്നീട് വരുന്നത് 7ാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ്. ആദ്യം വരുന്നത് 66 മുതലാണ് ഗ്യാപ്പ് വരുന്നത്. 66 മുതൽ 69 വരെയാണ് പ്ലാൻ ഹോളിഡേയ്സ്.
78 മുതൽ 80 വരെയാണ് അല്ലെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ് 78 മുതൽ 80 വരെയാണ് നമ്മുടെ റോളിംഗ് പ്ലാൻ വരുന്നത്. പിന്നെയാണ് 90 മുതൽ 92 വരെ വാർഷിക പദ്ധതി വരുന്നത്. ഇതിൽ ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദ്യം വരാറുണ്ട്. പഠിച്ചു വെച്ചോ, പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. എന്താണ്? പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അതിലാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അല്ലെ, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. കിട്ടുമല്ലോ, സെറ്റ് അല്ലേ? നമുക്ക് നോക്കാം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി വർഷങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. 51 മുതൽ 56 വരെയാണ്. നിങ്ങൾക്ക് അറിയാം 51-നാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് അല്ലേ. പിന്നെ അങ്ങനെ 5 വർഷം നമ്മൾ ഇങ്ങനെ കണക്കൂട്ടി പോയാൽ മതി. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു 3 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, 5 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, 7 കഴിഞ്ഞിട്ടും ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത്ര ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അതിന് നിങ്ങൾ വർഷങ്ങളുടെ ആ ക്ലാസ് ഒന്ന് കാണാത്തവരാണെങ്കിൽ കാണുക, കണ്ടവർക്കാണെങ്കിൽ ഇപ്പൊ മൈൻഡിൽ അത് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ കാണാത്തവർ എന്തായാലും പോയിട്ട് കാണാൻ മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ് 51 മുതൽ 56 വരെ എന്തായിരുന്നു ലക്ഷ്യം? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ചോദ്യം എങ്ങനെ വരും? കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്, അല്ലെങ്കിൽ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്നൊക്കെ ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, ഇത് എപ്പോഴും ചോദ്യം വരും. എന്താണ് കാർഷിക പദ്ധതി? കൃഷിക്ക് ഊന്നൽ നൽകിയത് കൊണ്ട് നമുക്കത് ചോദ്യം വരാൻ അത്രയും ചാൻസ് ഉണ്ട്. അപ്പൊ കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാലും കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒരു വട്ടം കൂടെ, കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നതും ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇത് എന്താണ് അറിയപ്പെടുന്നത്? എന്തോ ഒരു മാതൃക എന്നും അറിയപ്പെടുന്നത്. അതും ചോദ്യം വരാറുണ്ട്. എന്താണ്? ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ് ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. എന്തിനാണ് ഊന്നൽ നൽകിയത്? കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. കിട്ടിയല്ലോ, സെറ്റാണ്. അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെയാണ്. വർഷം നമുക്കറിയാം. പിന്നെ എന്താണ്? വ്യവസായത്തിന് ഊന്നൽ നൽകിയ പദ്ധതി അല്ലെങ്കിൽ വ്യാവസായിക വികസനമായിരുന്നു ലക്ഷ്യമിട്ടത്. ചോദ്യം എങ്ങനെ വരും? വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ് ലക്ഷ്യം? വ്യാവസായിക വികസനമായിരുന്നു ലക്ഷ്യം. ഏതിന്റെ? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ. ഇതിന്റെ എന്താണ് മാതൃക? അതായത് ഇത് എന്ത് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്? മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഒന്നെന്താണ്? ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. രണ്ടെന്താണ്? മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. ഒന്നെന്തിനാണ് ഊന്നൽ നൽകിയത്? കൃഷിക്ക് ഊന്നൽ നൽകി അല്ലെങ്കിൽ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. രണ്ടാമത്തെ വ്യാവസായിക വികസനമായിരുന്നു ലക്ഷ്യം. അപ്പോൾ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതെന്നൊക്കെ ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെയാണ് വ്യാവസായിക. ആദ്യം കൃഷി കഴിഞ്ഞിട്ട് പോരെ വ്യവസായം? അപ്പൊ ആദ്യം കൃഷി എന്നിട്ടാണ് നമ്മൾ വ്യവസായം. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ആദ്യം ഒന്നാമത്തെ തന്നെ എന്താണ്? കാർഷിക പദ്ധതി അല്ലെങ്കിൽ കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. രണ്ടാമത്തെയാണ് വ്യാവസായിക പദ്ധതി അല്ലെ, വ്യാവസായിക പദ്ധതി അല്ലെങ്കിൽ വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. മോഡൽ പഠിച്ചു വെച്ചോ. ഒന്നാമത്തെ ഹറോൾഡ് ഡോമർ മാതൃക, രണ്ടാമത്തെ മഹലനോബിസ് മാതൃക. ഡൗട്ട് ഇല്ലല്ലോ. ഒന്നാമത്തെ ഹറോൾഡ് ഡോമർ മാതൃക, രണ്ടാമത്തെ മഹലനോബിസ് മാതൃക. ഒന്നാമത്തെ കൃഷിക്ക് ഊന്നൽ നൽകി, രണ്ടാമത്തെ വ്യവസായത്തിന് ഊന്നൽ നൽകി. ഒന്നാമത്തിന്റെ അഥവാ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാമത്തെ ആണെങ്കിൽ വ്യാവസായിക വികസനം. ഓക്കെ, വ്യാവസായിക വികസനം. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാലും കിട്ടുമല്ലോ. അത്ര മാത്രം ഓർത്തു വെച്ചാൽ മതി. ഒന്ന് കൃഷി, രണ്ട് വ്യവസായം. ഓക്കെ, അപ്പൊ ഒന്ന് കൃഷിക്ക് ഊന്നൽ നൽകി, രണ്ടാമത്തെ വ്യവസായത്തിന് ഊന്നൽ നൽകി. പിന്നെ നിങ്ങൾ അവിടെ പോയി എഴുതി വെക്കൊന്നും വേണ്ടല്ലോ, ഓപ്ഷനിൽ ഈ സാധനം കാണുമല്ലോ. അപ്പൊ നിങ്ങൾ കൃഷി എന്ന് മാത്രം ആലോചിച്ചാൽ കിട്ടുവേ ഇല്ലേ? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. അപ്പൊ കൃഷി കണക്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ വ്യവസായം കണക്ട് ചെയ്താൽ മതി. വ്യാവസായിക പദ്ധതി അല്ലെ, വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്? വ്യാവസായിക വികസനം ഏത് പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്ന് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടണം. ഓക്കെ, പിന്നെ മോഡലുകളാണ് പറഞ്ഞത്. ഒന്ന് ഹറോൾഡ് ഡോമർ മാതൃകയാണ്. ഞാൻ പോകുന്നത് വരെ, അതായത് ക്ലാസ് തീർക്കുന്നത് വരെ ഞാൻ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ടെൻഷൻ ആവണ്ട കേട്ടോ. എന്തെങ്കിലും ഒരു അതായത് ഇങ്ങനത്തെ പേരൊക്കെ എങ്ങനെ ഓർത്തു വെക്കുന്നുള്ള ടെൻഷൻ വേണ്ട. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയാണ് ഹറോൾഡ് ഡോമർ മാതൃക, രണ്ടാമത്തെയാണ് മഹലനോബിസ് മാതൃക. ഒന്നാമത്തെ കൃഷിക്ക് ഊന്നൽ നൽകി, രണ്ടാമത്തെ വ്യവസായത്തിന് ഊന്നൽ നൽകി. അതുവരെയുള്ള കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത നോക്കാം.
അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയൊക്കെ ആൻസർ വരാറുണ്ട് അല്ലെ. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് പലപ്പോഴും അത് കൺഫ്യൂഷൻ വരാറുണ്ട്, 4, 3 ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ അത് നോക്കി ആൻസർ ചെയ്യുക. ഗാഡ്ഗിൽ മോഡൽ പലപ്പോഴും 3 ആൻസർ വരാറുള്ളത്. ഓക്കെ, 3 കേട്ടോ. ഗാഡ്ഗിൽ യോജന എന്ന് വരുമ്പോൾ പലപ്പോഴും അത് 4 ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് 3. ഓക്കെ, അപ്പൊ മൂന്നാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം വർഷം 61 മുതൽ 66 വരെ. വർഷം ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോവുക. അപ്പൊ വർഷങ്ങളുടെ ക്ലാസ് എന്തായാലും മിസ്സാക്കരുത്. വർഷങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും, നമ്മുടെ വർഷങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, 61 മുതൽ 66 വരെയാണ്. പിന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഇത് രണ്ടുമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ, 66 മുതൽ 69 വരെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതാണ് പ്ലാൻ ഹോളിഡേയ്സ് അല്ലെ. അതൊക്കെ നമ്മൾ വർഷങ്ങളിൽ പഠിച്ചതാണ്, അവിടെ പോയി നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതി. മൂന്നൊന്നുകൂടെ ക്ലിയർ ആക്കണ്ടേ. ഒന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. എന്താണ് അറിയപ്പെടുന്നത്? ഗാഡ്ഗിൽ മോഡൽ അല്ലെ. ഗാഡ്ഗിൽ മോഡൽ എന്നുള്ള ചോദ്യത്തിന് അധികം ആൻസർ വരാനുള്ളത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. പലപ്പോഴും ഡൗട്ട് വരുന്ന ഒരു കാര്യം കൂടെയാണ്. 3, 4 അങ്ങനെ കാണാറുണ്ട്. അപ്പൊ 3 അധികം ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനൊക്കെയാണ്? അതായത് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഇതായിരുന്നു ലക്ഷ്യം. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കൃഷിക്ക് ഊന്നൽ നൽകി അല്ലെ. കാർഷിക വികസനമായിരുന്നു, കാർഷിക മേഖലയിലെ സമഗ്ര വികസനം. പിന്നെ രണ്ടാമത്തെ വ്യാവസായിക വികസനം. പിന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, മൂന്നാമത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തത. പിന്നെ എന്താണ്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉള്ളത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഏതിന്റെ ലക്ഷ്യമായിരുന്നു? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി നാലാം പഞ്ചവത്സര പദ്ധതി 69 മുതൽ 74 വരെ അല്ലെ. 69 മുതൽ 74 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി. എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച. സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച. അത് ഞാൻ നിങ്ങൾക്ക് ഓർത്ത് വരാൻ ഒരു കണക്ഷൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു മൂന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വന്നു അല്ലേ. അവിടെ അപ്പം എന്താണ്? ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് അതിനൊരു സ്ഥിരത ഉണ്ടായിട്ടില്ല. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഒരു ഗ്യാപ്പ് അതല്ല, മീൻസ് ഒരു കാരണം അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മൂന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്നു. ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഒരു ഗ്യാപ്പ് വരുന്നത് അവിടെയാണ്. കാരണം അങ്ങനെ ഓർഡറിൽ പോകാൻ പറ്റില്ല. ശരിക്കും 66 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 വർഷം വരേണ്ടതാണ്. 71 വരെ അടുത്ത 5 വർഷമാണ് അങ്ങനെ വരേണ്ടത്. പക്ഷെ അതിന്റെ ഇടയിൽ എന്ത് വന്നു? പ്ലാൻ ഹോളിഡേയ്സ് പറഞ്ഞിട്ട് ഒരു 3 വർഷം ഗ്യാപ്പ് വന്നു. അപ്പൊ എന്താണ്? അങ്ങനെ ഹോളിഡേ ഒന്നും പറ്റൂല. എന്താണ്? സ്ഥിരത വേണം. സ്ഥിരതയോടുകൂടിയ വളർച്ച. അങ്ങനെ ഓർത്തു വെക്കാലോ. അപ്പൊ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? വർഷങ്ങളുടെ ക്ലാസ് പോയി കാണണം. വർഷങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവണം. ഓക്കെ, അപ്പൊ വർഷങ്ങൾ ക്ലിയർ ആണെങ്കിലേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. വർഷങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ, അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞാലാണ് ആദ്യത്തെ ഗ്യാപ്പ് വരുന്നത്. നിങ്ങളുടെ മൈൻഡിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച എന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി നോക്കൂ. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തതയും പിന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പൊ എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ് അടുത്തതിന്റെ ലക്ഷ്യം വരുന്നത്. ഒരു സ്ഥിരത വേണം. ഓക്കെ, സ്ഥിരതയോടുകൂടിയ വളർച്ച. അത് കഴിഞ്ഞല്ലോ. പിന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇതാണ് പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി അല്ലെ. ചോദ്യം വരും, പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് എന്ത് മോഡലാണ്? ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. എന്താണ്? ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ധർ മോഡൽ എന്നറിയപ്പെടുന്നത്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം അല്ലേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇത് ചോദ്യം വരും കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇതെപ്പോഴും ചോദ്യം വരും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനനുസരിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു പോയിക്കോ. ഓക്കെ, ഒന്ന് ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി എന്ന് ചോദ്യം വരും. അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അല്ലെങ്കിൽ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിക്കും. അഞ്ചാം പഞ്ചവത്സര പദ്ധതി. പ്രധാനമായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. പിന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിക്കും.
ഒന്നാം പഞ്ചവത്സര പദ്ധതി. അല്ലെങ്കിൽ കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിക്കും. ഒന്നാം പഞ്ചവത്സര പദ്ധതി. അല്ലെങ്കിൽ ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിക്കും. ഒന്നാം പഞ്ചവത്സര പദ്ധതി. പിന്നെ വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി, അവിടെ അതിനെക്കാട്ട് ഇമ്പോർട്ടൻസ് വരുന്നത് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദ്യം വരും. മഹലനോബിസ് മാതൃക രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ അതൊക്കെ ക്ലിയർ ആണ്. ഓക്കെ, ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. നാലാമത്തെ എന്തേന്നു? നാലാമത്തെ സ്ഥിരതയോടുകൂടിയ വളർച്ച അല്ലെ, നമ്മൾ പഠിച്ചതാണ്. 3 കഴിഞ്ഞ് ഗ്യാപ്പ് വന്നപ്പോഴാണ് സ്ഥിരതയോടുകൂടിയ ഒരു വളർച്ച എന്നുള്ളൊരു ലക്ഷ്യം വന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ് നാലാം പഞ്ചവത്സര പദ്ധതി. പിന്നെ 3 ആണെങ്കിലോ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. പറ്റുന്ന അത്രയും നമുക്ക് ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോട്ടോ. അപ്പൊ നമുക്ക് പഠിച്ചു പോകാലോ. ഓക്കെ, അപ്പൊ 3ആം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഗാഡ്ഗിൽ മോഡൽ. ഓക്കെ, ഇനി 6ആം പഞ്ചവത്സര പദ്ധതി. പിന്നെ ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവുക, എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. അതായത് 3 ആണോ 4 ആണോ എന്നുള്ളത്. ഗാഡ്ഗിൽ മോഡൽ എന്ന് അറിയപ്പെടുന്നത് അത് നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഒന്ന് കൺഫേം ആക്കിക്കോളൂ. നിങ്ങൾ നോക്കിക്കോ. ഞാൻ നോക്കിയപ്പോൾ അധികം 3 ആണ് കണ്ടിട്ടുള്ളത്. ഗാഡ്ഗിൽ മോഡൽ 3 ആണ്, ഗാഡ്ഗിൽ യോജന 4 ആയിട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നോക്കിയെടുത്തോളം. ഓക്കെ, റെഫർ ചെയ്തപ്പോഴൊക്കെ അധികം അങ്ങനെയാണ് കിട്ടിയത്. പിന്നെ 4ആം പഞ്ചവത്സര പദ്ധതിക്ക് ചെക്ക് ചെയ്തപ്പോൾ അലൻ എസ് മാനെ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്നത് അല്ലെ, അങ്ങനെ വരാറുണ്ട്. അലൻ എസ് മാനെ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്നത് 4ആം പഞ്ചവത്സര പദ്ധതി. അങ്ങനെയാണ് ചെക്ക് ചെയ്തപ്പോൾ ആൻസർ കിട്ടിയത്. ഗാഡ്ഗിൽ മോഡൽ അധികം 3 തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡൗട്ട് ഇല്ലാതെ അങ്ങനെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. 3ആം പഞ്ചവത്സര പദ്ധതി. ഇനി 6ആം പഞ്ചവത്സര പദ്ധതി. അതിന്റെ ഇടയിൽ 5 കഴിഞ്ഞപ്പോൾ ഗ്യാപ്പ് വന്നു അല്ലെ. 5 കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, 78 കഴിഞ്ഞ് ശരിക്കും 78 മുതലല്ലേ 83 വരെ അല്ലേ വരേണ്ടത്. ഇവിടെ എന്താണ് പിന്നെ 80 മുതൽ വന്നത്. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതാണ് റോളിംഗ് പ്ലാൻ അല്ലെ, റോളിംഗ് പ്ലാൻ. ഇനി 6ആം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. എന്താണ്? കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. 5ആമത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5 ഉറപ്പാണ്, അത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം പഠിച്ചിട്ട് പോവാ. 5 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6 ആണെങ്കിൽ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. കൃഷി, വ്യവസായം എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. അതാണ് 6ആം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 6 വരെ ക്ലിയർ അല്ലേ? 1 നമുക്കറിയാം, കാർഷിക പദ്ധതി അല്ലെങ്കിൽ കൃഷിക്ക് ഊന്നൽ നൽകിയ പദ്ധതി. 2 വ്യവസായത്തിന് ഊന്നൽ നൽകിയ പദ്ധതി. പിന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 3ആം പഞ്ചവത്സര പദ്ധതി. 4ആം പഞ്ചവത്സര പദ്ധതി എന്താ? 3 കഴിഞ്ഞ് ഗ്യാപ്പ് വന്നു. 3 കഴിഞ്ഞ് ഗ്യാപ്പ് വന്നപ്പോൾ എന്ത് പറയാണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച അല്ലെ. 3 കഴിഞ്ഞ് ഗ്യാപ്പ് വന്ന് 4ആം പഞ്ചവത്സര പദ്ധതിയാണ് സ്ഥിരതയോടുകൂടിയ വളർച്ച. പിന്നെയാണ് 5ആം പഞ്ചവത്സര പദ്ധതിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വന്നത്. 5ആം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6ആം പഞ്ചവത്സര പദ്ധതി പിന്നെ കാർഷിക വ്യവസായ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഇത്രയാണ് 6 പഞ്ചവത്സര പദ്ധതികളിലായിട്ട് നമ്മൾ പഠിച്ചത് അല്ലെ. മൊത്തം 12 പഞ്ചവത്സര പദ്ധതികളാണുള്ളത്. അതിൽ 6 നമ്മുടെ ഏകദേശം ക്ലിയർ ആയി. അപ്പോ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് 6ആം പഞ്ചവത്സര പദ്ധതി. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഏതിന്റെയാണ്? 6ആം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അടുത്തത് 7ആം പഞ്ചവത്സര പദ്ധതി. 7ആം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവയാണ് 7ആം പഞ്ചവത്സര പദ്ധതി. ആധുനികവൽക്കരണം അല്ലെ, ആധുനിക അത് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്താൽ മതി. ആധുനികവൽക്കരണം വെച്ചിട്ട് തന്നെ ഇതും കണക്ട് ചെയ്യുക. തൊഴിലവസരങ്ങളുടെ വളർച്ച. ഓക്കെ, തൊഴിലവസരങ്ങളുടെ വർധനവ് അതും കണക്ട് ചെയ്ത് വെക്കുക. ആധുനികവൽക്കരണം പിന്നെ തൊഴിലവസരങ്ങളുടെ വർധനവ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 6ആമത്തെ എന്തായിരുന്നു? വ്യാവസായിക, കാർഷിക വ്യാവസായിക മേഖലകൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ അല്ലെ. പിന്നെ 8ആം പഞ്ചവത്സര പദ്ധതിയാണ് മാനവശേഷി വികസനം. 8ആം പഞ്ചവത്സര പദ്ധതിയാണ് മാനവശേഷി വികസനം. 8ആം പഞ്ചവത്സര പദ്ധതിയാണ് മാനവശേഷി വികസനം. ഓക്കെ, മാനവശേഷി വികസനമാണ് 8ആം പഞ്ചവത്സര പദ്ധതി. 8ആം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. 7ആം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം അല്ലെങ്കിൽ തൊഴിലവസരങ്ങളുടെ വർധനവ്. 7ആം പഞ്ചവത്സര പദ്ധതി കേട്ടോ. 7 ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവയാണ്. 8ആം പഞ്ചവത്സര പദ്ധതിയാണ് മാനവശേഷി വികസനം. 7ആം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 8ആം പഞ്ചവത്സര പദ്ധതിയാണ് മാനവശേഷി വികസനം. ഇത് ചോദ്യം വരുവേ. ഈ 8ആം പഞ്ചവത്സര പദ്ധതി എന്താണ്? മറ്റേ മൻമോഹൻ മോഡൽ അല്ലെ, റാവു മൻമോഹൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ആം പഞ്ചവത്സര പദ്ധതി. ഒന്നല്ലെങ്കിൽ റാവു മൻമോഹൻ മോഡൽ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അത് 8ആം പഞ്ചവത്സര പദ്ധതിയാണ്. റാവു മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഇനി 9ആം പഞ്ചവത്സര പദ്ധതി. ഇതാണ് ജനകീയ
ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു അല്ലെ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി 97 മുതൽ 2002 വരെ വർഷങ്ങൾ നമ്മൾ വരയിൽ നോക്കിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിലധികം റിപ്പീറ്റ് ചെയ്യാത്തത്. ആ ക്ലാസ് എന്തായാലും നിങ്ങൾ കണ്ട അത്ര ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പഠിപ്പിച്ചു പോയിരുന്നു വർഷങ്ങൾ. പക്ഷേ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഉണ്ട്, അതിലും കയറി ജോയിൻ ചെയ്തിരിക്കുക. നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ ബാച്ചുകളുടെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ ലിങ്കും നമുക്ക് അവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ 9ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. അപ്പൊ കണക്ട് ചെയ്തോ. അതുകൊണ്ടാണ് എന്തറിയപ്പെടുന്നത്? ജനകീയ പദ്ധതി. ഓക്കെ, ഗ്രാമീണ വികസനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള വികസനമാണ്. ഓക്കെ, അപ്പൊ ഗ്രാമീണ വികസനം ജനകീയ പദ്ധതി. ഓക്കെ, കണക്ട് ചെയ്യുക. അപ്പൊ 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ലക്ഷ്യമിട്ടത്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. പിന്നെ 10ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കലാണ് 10ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, പിന്നെ 11, 12 സിമ്പിൾ ആട്ടോ. സുസ്ഥിര വികസനം, സമഗ്ര വികസനം, അത് രണ്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ആദ്യം സമഗ്ര വികസനം, പിന്നെ സുസ്ഥിര വികസനം, അത് നമുക്ക് പഠിക്കാം. ഇവിടെ 9ഉം 10ഉം കണക്ട് ചെയ്ത് വെച്ചോ. 9ാമത്തെ എന്താണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും എങ്ങനെ കണക്ട് ചെയ്യുക? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് വെച്ച് കണക്ട് ചെയ്തോ. ഓക്കെ, ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം. ഓക്കെ, പിന്നെ 10ാം പഞ്ചവത്സര പദ്ധതിയാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. ഈ 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത് അല്ലെ. കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. ദർ മോഡൽ എന്നറിയപ്പെടുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ ഗാഡ്ഗിൽ മോഡൽ 3, മഹലനോബിസ് മാതൃക 2, പിന്നെ ഹറോൾഡ് ടോമർ മാതൃക 1. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോഡൽസ് പഠിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ കഴിയാനാവുമ്പോൾ ഇവിടെ അത് പഠിച്ചു വെക്കുക. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏതിന്റെയാണ്? 9. പിന്നെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കല് 10. ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം 9, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കല് 10. ഇനി 11, 12 സിമ്പിൾ ആണ്. ആദ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ഓക്കെ, ആദ്യം സമഗ്ര വികസനം, പിന്നെ സുസ്ഥിര വികസനം. അത്രേ ഉള്ളൂ. ആദ്യം സമഗ്രമായിട്ട് എല്ലായിടത്തും കയറി വികസിപ്പിക്കുക. പിന്നെ സുസ്ഥിര വികസനം ചിലടത്ത്, അതായത് സുസ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളിലെ സുസ്ഥിരമായിട്ടുള്ള വികസനം അങ്ങനെ കണക്ട് ചെയ്താൽ സുസ്ഥിര വികസനം. ഓക്കെ, ആദ്യം സമഗ്രം, പിന്നെ സുസ്ഥിരം. ഓക്കെ, ആദ്യം സമഗ്ര വികസനം, പിന്നെ സുസ്ഥിര വികസനം. സമഗ്ര വികസനം നോക്കിയപ്പോൾ എല്ലായിടത്തും ഒന്നും എത്തണില്ല തോന്നി. അപ്പോൾ ആയിരിക്കും സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടത്. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പൊ സമഗ്ര വികസനം, സുസ്ഥിര വികസനം. 11 സമഗ്ര വികസനം, 12 സുസ്ഥിര വികസനം. 11 സമഗ്ര വികസനം, 12 സുസ്ഥിര വികസനം. ഇന്ന് നമുക്ക് ഇങ്ങനെ ബാക്കിലോട്ട് പോവാം. ഇത് സിമ്പിൾ ആണ്. സമഗ്ര വികസനം, സുസ്ഥിര വികസനം അത്രമാത്രം പഠിച്ചാൽ മതി. 11 സമഗ്ര വികസനം, 12 സുസ്ഥിര വികസനം. 11 സമഗ്ര വികസനം, 12 സുസ്ഥിര വികസനം. ബാക്കിലോട്ട് പോവാം. 12 എന്താണ്? സുസ്ഥിര വികസനം. അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു? സമഗ്ര വികസനമായിരുന്നു അല്ലെ. പിന്നെ അതിനു മുമ്പ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കലായിരുന്നു. അതാണ് 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കല്. പിന്നെ അതിനു മുമ്പ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏതിന്റെയാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. അതാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. പിന്നെ 8 മാനവശേഷി വികസിപ്പിക്കൽ അല്ലെ. മാനവശേഷി വികസനമാണ് 8ാം പഞ്ചവത്സര പദ്ധതി. മാനവശേഷി വികസനം 8ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ 7 ആധുനികവൽക്കരണം അല്ലെ. ആധുനികവൽക്കരണം, പിന്നെ തൊഴിലവസരങ്ങളുടെ വർധനവ് ഏതാണ്? അത് 7ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതി. എന്താണ്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലാണ് 6ാം പഞ്ചവത്സര പദ്ധതി. 5 എന്തായാലും പഠിച്ചു വെച്ചോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ നമുക്ക് 4 നമ്മൾ എന്ത് പറഞ്ഞത്? സ്ഥിരതയോടുകൂടിയ വളർച്ച. അതായത് 3 ഒരു ഗ്യാപ്പ് വന്നു. തുടർച്ചയായിട്ട് സിമ്പിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 51 തുടങ്ങി പിന്നെ അവിടെ ഗ്യാപ്പ് ഒന്നും വന്നിട്ടില്ല. 3ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പൊ അടുത്തതിൽ എന്ത് പറയാണ്? സ്ഥിരത വേണം. ഒരു സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ്. സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പൊ സ്ഥിരതയോടുകൂടിയ വളർച്ച. പിന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, അതാണ് 3ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. പിന്നെ 2 നമുക്കറിയാം വ്യവസായത്തിന് ഊന്നൽ നൽകി. 1 എന്തിനാണ്? കൃഷിക്ക് ഊന്നൽ നൽകി. 1ാം പഞ്ചവത്സര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? 1ാം പഞ്ചവത്സര പദ്ധതി ഹറോൾഡ് ഡോമർ മാതൃക. കൂടെ പറയണേ, ഞാൻ പറയണതിന്റെ ഒപ്പം ഒന്ന് പറയണേ. 1ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താണ്? കൃഷിയാണ് അല്ലെ. കാർഷിക പദ്ധതി അല്ലെങ്കിൽ കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി എന്താണ് അറിയപ്പെടുന്നത്? ഹറോൾഡ് ഡോമർ മാതൃക. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ? വ്യവസായം. അപ്പൊ വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി
രണ്ടാം പഞ്ചവത്സര പദ്ധതി. എന്താണ് അറിയപ്പെടുന്നത്? മഹലനോബിസ് മാതൃക. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ അല്ലെ? മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഭക്ഷ്യ സ്വയം പര്യാപ്തത, പിന്നെ എന്താണ്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അത് കഴിഞ്ഞപ്പോഴാണ് ഗ്യാപ്പ് വന്നത്. അപ്പൊ എന്താണ് എന്ത് പറഞ്ഞു? ഒരു സ്ഥിരതയോടുകൂടിയ ഒരു വളർച്ച, ഒരു സ്ഥിരത വേണം അല്ലേ? അടുത്തതിന്റെ ലക്ഷ്യം അതാണ്. നാലാമത്തെ വന്നപ്പോൾ പറയാണ് ഇനി ഇതുപോലെ ഗ്യാപ്പ് ഒന്നും പറ്റില്ല, ഒരു സ്ഥിരത വേണം എന്നൊക്കെ പറയാണ്. പക്ഷെ ഗ്യാപ്പ് വന്നു, നമുക്കറിയാം. സ്ഥിരതയോടുകൂടിയ വളർച്ച, ഞാൻ അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറയാട്ടോ. സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. പിന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അവിടെ വേറെ എന്തൊക്കെ പഠിക്കണം? ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഈ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. പിന്നെ ദർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. എന്താണ്? ദർ മോഡൽ എന്നറിയപ്പെടുന്നത്. പിന്നെ ആറാം പഞ്ചവത്സര പദ്ധതി എന്താണ്? കാർഷിക വ്യാവസായിക മേഖലയിലെ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ? അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. പിന്നെ ഏഴാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ആധുനികവൽക്കരണവും പിന്നെന്താ? തൊഴിലവസരങ്ങളുടെ വർധനവ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. പിന്നെ എട്ടാം പഞ്ചവത്സര പദ്ധതി എന്താണ്? മാനവശേഷി വികസനം അല്ലെ? എട്ടാം പഞ്ചവത്സര പദ്ധതി എന്താണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞത് റാവു മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്നത് എട്ടാണ്. പിന്നെ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി. അതെങ്ങനെ ഓർത്തു വെക്കുക? ജനകീയ പദ്ധതി, ഗ്രാമീണ വികസനം അല്ലെ? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണമാണ്. പിന്നെ പത്താം പഞ്ചവത്സര പദ്ധതി എന്താണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കലാണ്. 10 അതാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഏതാണ്? പത്താം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ 11 സമഗ്ര വികസനം, പിന്നെ സുസ്ഥിര വികസനം. സമഗ്ര വികസനം, സുസ്ഥിര വികസനം, അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ 11 സമഗ്ര വികസനം, 12 സുസ്ഥിര വികസനം. ഇത്രയാണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളായിട്ട് നിങ്ങൾ പഠിക്കാവുള്ളൂ. അവിടെ ലക്ഷ്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, മോഡലുകളുടെ പേരും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ മോഡലുകളാണ് പിന്നെ ചോദ്യം വരുന്നത്. അപ്പൊ 2 രീതിയിൽ ചോദ്യം വരുന്ന സാധനങ്ങളും ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിക്കാൻ അത്രയും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോയിട്ടുണ്ടാവും. അതിൽ എനിക്ക് ഡൗട്ട് ഒന്നുമില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാസ് ഒന്നും കൂടെ ഒന്ന് സ്പീഡിലാണെങ്കിലും ഒന്ന് കണ്ടിട്ട് ഒന്ന് കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും. റിപ്പീറ്റ് ചെയ്തവർ എന്തായാലും പഠിക്കും. മനസ്സിലാണെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത ആളുകൾ ഇവിടെ നിന്ന് തന്നെ ഫുൾ കാര്യങ്ങളും ഇപ്പൊ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. എത്രയും പെട്ടെന്ന് തന്നെ വേഗം ബാച്ചിൽ അംഗമാവാൻ ശ്രമിക്കുക. താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ വേഗം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം ബാച്ചിൽ അംഗമാവുക. അപ്പോൾ ഒരുപാട് നിങ്ങൾ വൈകി കഴിഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകൾ പെൻഡിങ് വരും. ഇപ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാനേജ് ആയി വരില്ല. ഒരുപാട് ക്ലാസ് പെൻഡിങ് ആയി കഴിഞ്ഞാൽ മനസ്സ് ഡിസ്റ്റർബ് ആവും അല്ലേ? മൈൻഡ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നേരെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഏതൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാം. നമുക്ക് നോക്കിയിട്ട് ഓരോ ക്ലാസ്സുകളും ചെയ്യാം. ഓരോന്നും ഞാൻ സമയം എടുത്തിട്ട് തന്നെ. എന്തായാലും ഇപ്പോൾ പലതും പ്ലാനിലുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തീർക്കണ്ടല്ലോ. പല പ്ലേലിസ്റ്റുകൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്ലേലിസ്റ്റും എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് SCRT പ്ലേലിസ്റ്റ് ഉണ്ട്, പിന്നെ പവർ ക്യാപ്സ്യൂൾ, അങ്ങനെ പല പ്ലേലിസ്റ്റുകളും അവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഏത് പ്ലേലിസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിയിൽ അതിനെ യൂസ്ഫുൾ ആക്കുക, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു പോകുക. നിങ്ങൾ പഠിച്ചു പോകും, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ചു പോകും. അത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണോ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ് ചെയ്യാനുള്ളൊരു ഊർജ്ജം അതുമാത്രമാണ്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കാണുമ്പോൾ നല്ല രീതിയിൽ മനസ്സിന് സന്തോഷം തോന്നും. അടുത്ത ക്ലാസ് എത്രയും പെട്ടെന്ന് ഇടാനും എനിക്ക് തോന്നും. അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ, നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ, മോശമാണെങ്കിലും ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ അറിയിക്കണം, കുഴപ്പമില്ല. അപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ക്ലാസ്സിലും കൃത്യമായിട്ട് വന്ന അഭിപ്രായം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം നിങ്ങൾ ഒരു സെക്കൻഡ് മാറ്റി വെച്ചിട്ടാണെങ്കിലും എൻ്റെ അതിൽ കമന്റ് ഇടാൻ നിങ്ങൾ ഒരു സമയം കണ്ടെത്തുന്നതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് വേണ്ടി ഞാനും തീർച്ചയായും സമയം കണ്ടെത്തും. അപ്പോൾ നല്ല കമന്റ് ആണെങ്കിലും ഇപ്പോഴും പറയുന്നു, മോശം കമന്റ് ആണെങ്കിലും പറയാൻ മടിയൊന്നും വേണ്ട. ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്